അപ്പോൾ ഇതാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ ചോറും കറികളൊക്കെ ആവണോണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇനി ഉപ്പേരി ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പയറ് കുച്ചിട്ടില്ല. അപ്പോൾ പയറിൻ്റെലൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുപ്പത്തിലൊക്കെ മഴക്കാലം അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇമ്മമാരും അയൽവാസികളൊക്കെ പാടെ കൂടിയിട്ടുണ്ടെങ്കിൽ 2-3 മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ കൊത്തലും മാന്തലൊക്കെ അടുത്ത് തുടങ്ങും. പയറ് കുഴിച്ചിടലും നല്ല നാടൻ പയറുണ്ടാവും. തലേ കൊല്ലത്ത് വിത്തുണ്ടാവില്ല, അത് പിറ്റത്തെ കൊല്ലത്തും എല്ലാവരും പെരയിലും ഉണ്ടാവും കേട്ടോ. അന്ന് വിത്തൊക്കെ ഇങ്ങനത്തെ സമയങ്ങളായിട്ടെങ്കിൽ എല്ലാവരും ഞാൻ പറഞ്ഞ മാതിരിക്ക് അങ്ങോട്ട് കുഴിച്ചിടൽ തുടങ്ങും കേട്ടോ. എന്നിട്ട് ആ പയറ് മുളച്ചാണ് ഇതേപോലെ ഏലക്കായി വരുന്ന സമയത്ത് അയിമെന്ന് അങ്ങോട്ട് നുള്ളിയിട്ട് ഒരു ഉപ്പേരിയുണ്ട് മക്കളെ വെക്കാൻ. ഉമ്മമാരെ കൈകൊണ്ട് അതങ്ങോട്ട് വെച്ചാണ്ട് അങ്ങോട്ട് നമുക്ക് തരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, വല്ലാത്തൊരു രസം തന്നെയാണ് മക്കളെ അത്. അങ്ങനെ ആ പയറിൻ്റെ അങ്ങോട്ട് നുള്ളി കൊടുത്താണ്. മഴക്കാലല്ലേ, വലിയ ചളിയും പൊടിയൊന്നും ഉണ്ടാവില്ല. എന്നാലൊന്നും അങ്ങോട്ട് കഴിക്കാണ്ട് കജിൻ്റെ ഉള്ള അടിയിലിട്ടാണ് അതേമാതിരി അങ്ങോട്ട് കൂട്ടി പിടിച്ചാണ്ട് അങ്ങോട്ട് ഏരിയയിൽ ഒടുങ്ങും. എന്നിട്ട് ഒരു കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് ഉപ്പാണ് ഇട്ട് കൊടുത്താണ്ട് അടുപ്പത്തേക്കാണ്ട് വെച്ചാണ്ട് ആ പയറിൻ്റെ ലൈക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റി അങ്ങോട്ട് എടുക്കും. അടുപ്പത്ത് വെച്ച പയറിൻ്റെ ഇല ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കാനാകുമ്പോഴത്തേന് നമുക്ക് അതിക്കുള്ള കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ആ 3 ചെറിയുള്ളി തൊലി കഴിഞ്ഞാണ്ട് ഞാൻ എടുത്താണ്ട് അതിക്കാൻ മിക്സിക്കാണ്ട് ഇട്ട് കൊടുത്തത്. 2-3 വെളുത്തുള്ളി ഞാൻ തൊലി കഴിഞ്ഞാണ്ട് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. തൊടുന്ന് ഞാൻ ചീരാപ്പറങ്കി മുളകാണ്ട് പറിച്ച് കൊടുത്താണ്ട് ഒരു 5-6 അയക്കാണ്ട് ഇട്ട് കൊടുത്തത്. നല്ല എരിവൊക്കെ ഉണ്ടാവട്ടെ, ചീരാപ്പറങ്കി ആയതുകൊണ്ട് പിന്നെ കുറച്ച് എരിവൊക്കെ വേണം, എന്നാലേ അതിന് രസം കിട്ടുള്ളൂ. തേങ്ങ അങ്ങോട്ട് പൊളിച്ച് കൊടുത്താണ്ട് അരമുറി തേങ്ങ അങ്ങോട്ട് ചെരിഞ്ഞാണ്ട് അതും ഞാനിതാ മിക്സിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് നമുക്ക് ചമ്മന്തിക്ക് അരച്ചെടുക്കണ മാതിരിക്കാണ്ട് അരച്ചങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ പയറിൻ്റെ അങ്ങോട്ട് തിളപ്പിച്ചാണ്ട് എടുത്താണ്ട് നമ്മളെ ചോറ് വിട്ടുന്ന കൊട്ടക്കയിലുണ്ടല്ലോ അതിക്കാണ്ട് ഊറ്റി അങ്ങോട്ട് എടുത്തണ്. എന്നിട്ട് അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് പിഴിഞ്ഞാണ്ട് വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കേണ്ട ഒരു പാത്രത്തിൽ കണ്ട് ഇട്ട് കൊടുത്താണ്ടേ നമ്മൾ നേരത്തെ അരച്ച ചീന തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ അതിൽ കണ്ട് ഇട്ട് കൊടുത്താണ്ട് നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ്ട് ഇതേപോലെ നല്ലോണം കുഴച്ച് തിരുമ്പി അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഇനി വേറെ ഒന്നും നോക്കണ്ട, ചട്ടിയാണ് അടുപ്പത്ത് വെച്ചോളി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളി. വെളിച്ചെണ്ണ ചൂടാണ് സമയത്ത് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 വറ്റൽമുളക് കൂടി ആയിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്താണ്ടേ ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ തേങ്ങൻ്റെ കൂട്ടും ഉപ്പും കൂട്ടി കുഴച്ചെടുത്ത് നമ്മളെ പയറിൻ്റെ ഉണ്ടല്ലോ ചട്ടിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ട് ചട്ടം കൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുത്താണ്ടേ ഒന്നങ്ങോട്ട് മൂടി വെച്ചാണ്ട് 1 മിനിറ്റ് നേരം വരെ കുറഞ്ഞ തിജിലിട്ടൊന്ന് അങ്ങോട്ട് വെക്കുക. അപ്പോൾ പണ്ട് ഉമ്മമാരുണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിലുള്ള നമ്മളെ പയറിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയി കിട്ടിയിട്ട് മക്കളെ.